ക്രോഷേ കലാകാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടുകളാണ്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1 DC, 2 chain, 2 DC, one, 2, 3, ഇവിടെ സിംഗിൾ ക്രോഷേ. ഇത് റൗണ്ട് 58 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സിംഗിൾ ക്രോഷേ. ഇനി ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 2 DC, 2 chain, 2 DC. വീണ്ടും ഇവിടെ 1, 2, 3 ചെയിൻ. ഇതിൽ 2 DC, 2 chain, 2 DC. ഇനി ഇവിടെയുള്ള ഈ 2 ചെയിൻ്റെ പോയിൻ്റാണ്. അതിലേക്ക് 1, 2 ഈ ഒരു പോയിൻറ്റിനുള്ളിൽ 2 DC, 1, 2, 3 chain, 2 DC. നമ്മൾ ഈ 2 ചെയിൻ്റെ പോയിൻറ്റിനുള്ളിലാണ് 2 DC, 3 ചെയിൻ, 2 DC ചെയ്തേക്കുന്നത്. വീണ്ടും 1, 2, 2 ചെയിൻ, 2 DC, ഇവിടെ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ഇത് നമ്മളുടെ റൗണ്ട് 59 ആണ്. 1 DC, 2 ചെയിൻ, 2 DC. വീണ്ടും 1, 2, 3 ചെയിൻ. ഈ ഒരു പൈനാപ്പിൾ സിംഗിൾ ക്രോഷേ, 1, 2, 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, 1, 2, 3 സിംഗിൾ ക്രോഷേ. വീണ്ടും 1, 2, 3 ഇവിടെ 2 DC, 2 chain, 2 DC. ഇനി 1, 2, 3 ചെയിൻ. ഇതിലുള്ള വീണ്ടും DC, 2 DC, 1, 2 chain, 1, 2 DC. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിനുള്ളിലാണ് ചെയ്യാനുള്ളത്. അത് 1, 2, 3 ചെയിൻ. ഈ 3 ചെയിനുള്ളിൽ 1, 2 DC, 2 chain, 2 DC, 2 chain, 2 DC.
ഈ ഒരു ടേബിൾ ക്ലോത്ത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യണമെന്നാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഈ 3 ചെയിനുള്ളിൽ നമുക്ക് 8 DC അല്ലെങ്കിൽ 10 DC ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ എല്ലായിടത്തും ചെയ്തുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഞാനിവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കാരണം ഞാനിവിടെ 2 DC 2 ചെയിൻ 2 DC 2 ചെയിൻ 2 DC വെച്ച് ചെയ്യുന്നു. പിന്നെ വീണ്ടും 1 2 3 ചെയിൻ, ഇവിടെ വീണ്ടും DC 2 DC 2 ചെയിൻ 2 DC. ഇവിടെ വീണ്ടും 1 2 3 1 2 2 ചെയിൻ 2 DC. അങ്ങനെ നമുക്ക് ഈ ഓരോ പോർഷനിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഇത് മാറ്റിയിട്ട് 8 DCയോ 10 DCയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പൈനാപ്പിൾ കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു പൈനാപ്പിൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഇതിൽ ഇപ്പം ഈ ഒരു പൈനാപ്പിൾ ഇനിയിപ്പം 2 ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 റൗണ്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ ഇത് ക്ലോസ് ആവും. അപ്പോൾ അതിന് മുകളിൽ വീണ്ടും അടുത്ത പൈനാപ്പിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പം അടുത്തത് ചെയ്യേണ്ട ആൾക്കാർ ഇനിയും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അതായത് ഇത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ വലിയതാണ്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വലിയ ടേബിൾ ക്ലോത്ത്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒന്നിൽ നിങ്ങൾക്ക് വലിയ യാണും വലിയ ഹുക്കും ഇതിന് പകരമായിട്ട് ഇത് സ്മോൾ ഹുക്കാണ്, 1.50 mm ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കണേ. ഇനി വരെ ഒരു 3.5 mm ഹുക്കും അതിന് സ്യൂട്ടാവുന്ന ടൈപ്പ് യാണും യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ ഇതുണ്ടാക്കാവുന്നതാണ്. അപ്പം ഇത് ഞാൻ ഈ ഒരു റൗണ്ട് 59 കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. റൗണ്ട് 59 നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കുവാണ്. ടു DC 2 ചെയിൻ, വീണ്ടും 1 2 3 ഇതിനുള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈനാപ്പിളുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് ഈ പൈനാപ്പിൾ ഇനിയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത ഇത് തുടങ്ങാമെന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം ഇനിയിപ്പം അപ്പോഴും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും എങ്കിലും ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ നിർത്തുവാണ്. അപ്പം അതിനു വേണ്ടി ഉള്ള ഇതാണ്. ഇനി നമ്മൾ ഈ പൈനാപ്പിൾസ് മാത്രമേ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു. അപ്പം വീണ്ടും നമുക്ക് ഇതിനുള്ളിൽ ഒരു സിംഗിൾ ക്രോഷേ ഇടാം. 1 2 3 ചെയിൻ. ഇത് റൗണ്ട് 60 ആണ്. ടു ചെയിൻ 2 DC. വീണ്ടും 1 2 3 ചെയിൻ, സിംഗിൾ ക്രോഷേ 1 2 3 ചെയിൻ, സിംഗിൾ ക്രോഷേ 1 2 3 ചെയിൻ. ഇതിൽ നമുക്ക് 2 DC ചെയ്യാം. 2 ചെയിൻ 2 DC. നമ്മുടെ ഈ പൈനാപ്പിൾ തീർക്കാനുള്ള ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് നമുക്കിതൊന്ന് തിരിക്കാം. ഇതൊന്ന് തിരിച്ചു ചെയിൻ 1. അതിനുശേഷം
ഈ 2DC 2 ചെയിനിൽ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1DC, 2 ചെയിൻ, 2DC. ഇനി ഈ ഒരു പോർഷനിലേക്ക് ചെയിൻ 4, 1, 2, 3, 4, ചെയിൻ 4, വീണ്ടും ഇതിനുള്ളിൽ സിംഗിൾ ക്രോഷേ, 1, 2, 3, 4, വീണ്ടും ഇതിൽ സിംഗിൾ ക്രോഷേ, 2DC, ടു ചെയിൻ, DC. ഇനി ഇത് നമുക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് ആക്കാം. അടുത്ത റൗണ്ട് വീണ്ടും ചെയിൻ 1, ഇതിനുള്ളിൽ ഈ 2 ചെയിനിൽ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച്, 1, 2, 3, 1DC, 2 chain, 2DC. ഇനിയും ഡയറക്റ്റ് ഇതിൽ നിന്ന് 2DC, ടു DC, 2 chain, 2DC. വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഇത് തിരിക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്. ചെയിൻ 1, വീണ്ടും ചെയിൻ 1 ഇട്ടു. ഇനി വീണ്ടും ഈ ഒരു 2 ചെയിൻ്റെ പൊസിഷനിൽ നമുക്ക് പോയിന്റിൽ 2 ചെയിനിൻ്റെ പോയിന്റിൽ നമുക്ക് വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1DC. നമ്മൾ ഈ ഒരു പോർഷനിൽ ഒരു 1DC മാത്രമേ ചെയ്യുന്നുള്ളൂ. വീണ്ടും നമ്മൾ ഈ നെക്സ്റ്റ് ഈ 2 ചെയിൻ്റെ പോർഷനിലേക്ക് പോവുകയാണ്. അവിടെ 2DC ചെയ്യും. പൈനാപ്പിൾ ടേബിൾ ക്ലോത്ത് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയിൻ 1 ഞാൻ കട്ട് ചെയ്യാം. ഇതേപോലെ ബാക്കിയെല്ലാം യാണൊക്കെ തുന്നി വെച്ചാൽ മതിയാവും. ഇതേപോലെ എല്ലാ പൈനാപ്പിളും കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി പൈനാപ്പിളും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടേബിൾ ക്ലോത്ത്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ പൈനാപ്പിൾ വന്നിട്ടുണ്ട്. ആ പൈനാപ്പിൾ മാത്രം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു രീതിയിലാണ്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയ പൈനാപ്പിൾ ടേബിൾ ക്ലോത്ത്.